ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം അമ്പലത്തിൽ പോകാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തെ പറ്റി കേൾവിയുള്ള, അപ്പോൾ അവർക്കൊക്കെ ഈ അമ്പലം ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അമ്പലക്കുളത്തിലാണ് ഫസ്റ്റ് വന്ന് കാലെല്ലാം കഴുകി. അപ്പം ചെറിയ തെന്നലുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ തെന്നലും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും കാലൊക്കെ കഴുകി ഞാൻ ആദ്യത്തെ പടവിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് ഞാനങ്ങനെ ഇറങ്ങത്തില്ല, പക്ഷേ എനിക്ക് കുളം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി, അങ്ങനെ ഞാനൊന്ന് ഇറങ്ങി നിന്നതാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കാലെല്ലാം കഴുകിയിട്ട് എല്ലാവരും അങ്ങ് മുകളിലോട്ട് കയറി ചെന്ന് അതിനുശേഷം തന്നെ ഇത് റെസിപ്റ്റ് കൗണ്ടറാണ്. ഇഷ്ടം പോലെ അങ്ങനെ നീണ്ട് കിടക്കുവാണ് കേട്ടോ കൗണ്ടർ. അപ്പം അത്ര തിരക്ക് വരുത്തില്ല. അപ്പോൾ നമ്മൾ ആ കൗണ്ടറിൽ റെസിപ്റ്റൊക്കെ എടുക്കാനുള്ളവർക്ക് അവിടെ റെസിപ്റ്റ് എടുക്കാം. അതിന് ശേഷം പുള്ളവും പാട്ട് പാടാൻ വേണ്ടി പ്രത്യേകം സ്ഥലം ഉണ്ട്. അവിടെ 20 രൂപയാണ് ചാർജ് ഉള്ളത്. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് പാടിക്കണമെന്നുണ്ടെങ്കിൽ പാടിക്കാം. പിന്നെ മഞ്ഞൾപ്പറയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ടിൽ മഞ്ഞളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ റെസിപ്റ്റ് എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്നാൽ മതി, നമുക്കവിടെ ചെയ്യാം. അതിനുശേഷം നമ്മൾ തൊഴുതിട്ട് വന്നിട്ട് ബാക്കിൽ ഇതുപോലെ തീർത്ഥവും ചന്ദനവും ഒക്കെ കൊടുക്കുന്നുണ്ട്, അതെല്ലാം നമുക്ക് വാങ്ങിക്കാം. അതിനുശേഷം അരവണ, ഉണ്ണിയപ്പം അതെല്ലാം അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പുള്ളവും പാട്ട് പാടുന്ന ആ ഒരു ഭാഗത്ത് വന്ന് നമുക്ക് പുള്ളവും പാട്ട് പാടാൻ നമ്മൾ ചെയ്യുമല്ലോ, എന്തായാലും നമ്മൾ ദേവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് പാടിക്കാം. പിന്നെ പുറത്താണെങ്കിൽ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറുകയൊക്കെ ചെയ്തായിരുന്നു. ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല, വലിയ പൈസയൊന്നുമില്ല, കുറച്ച് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അതിന് ശേഷം ഇതുപോലെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പൈസ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളവിടെ എല്ലാം കണ്ട് തൊഴുതിട്ട് നമ്മൾ വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. എന്ന് വെച്ചാൽ നല്ല കാവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു തണുപ്പും ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുള്ള് അവിടെ എല്ലാം തൊഴുത് വന്ന്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.